നമസ്കാരം. സ്റ്റാർ മാജിക്കിലൂടെയും ബിഗ് ബോസിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് അനുമോൾ. അനുമോൾ കഴിഞ്ഞ ദിവസം വിവാഹിതയായിട്ടുണ്ടായിരുന്നു. തമിഴ് സ്വദേശിയായ ഭുവനേഷാണ് വരൻ. പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ നേരത്തെ തന്നെ ആരാധകരെ അറിയിക്കാനുള്ള അനുമോൾ വിവാഹത്തിന്റെ കാര്യം മാത്രം സസ്പെൻസ് സൂക്ഷിച്ചു. അതിനുള്ള കാരണം എന്താണെന്നും വരന്റെ വിവരങ്ങളും എല്ലാം അനുമോൾ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വ്ളോഗിൽ പിന്നീട് പങ്കുവെക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ ബ്രൈഡ് ടു ബിയുടെ ട്രഡീഷണൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ കുറച്ച് പേരെയെങ്കിലും അറിഞ്ഞു കാണും എന്താണ് ചടങ്ങ് നടക്കാൻ പോകുന്നത് എന്ന്. അതെ, ഇന്നെന്റെ കല്യാണമാണ്. സത്യം പറഞ്ഞാൽ എന്തു പറയണമെന്നറിയില്ല. 5:30 കല്യാണം. അതിനു മുൻപേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തണം. പിന്നെ വിവാഹം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന തരത്തിലുള്ള നിരവധി കമന്റുകളും മറ്റും ഞാൻ കണ്ടു. നേരത്തെ പറയാതെ വിവാഹമാണ് പെട്ടെന്ന് പറയുമ്പോൾ നല്ലത് എന്ന് കുറച്ചു പേർ എന്നോട് പറഞ്ഞിരുന്നു. 90% ആളുകളും മീഡിയ അടക്കം എന്തുകൊണ്ട് വിവാഹകാര്യം നേരത്തെ പറഞ്ഞില്ല എന്നാണ് എന്നോട് ചോദിച്ചത്. കല്യാണം ഇപ്പോഴല്ല, അടുത്ത വർഷങ്ങളുണ്ടാവും, എന്തിന് കള്ളം പറഞ്ഞു എന്നും ചോദിക്കുന്നവരുണ്ട്. സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയാണ് പറയാതിരുന്നത്. നമ്മുടെ ലൈഫിലെ ബിഗ് ഡേ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു നടക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് സർപ്രൈസായി വെച്ചത്. അനുമോളുടെ കല്യാണം എന്നാണ് എന്ന് എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നാണ് ആ ദിവസം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് വേണം. ഗുരുവായൂരിൽ വെച്ചാണ് കല്യാണം. എല്ലാവരും എന്നെ പ്രാർത്ഥിക്കണം. കല്യാണം എന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുള്ളിയോടൊപ്പമുള്ള ഫോട്ടോ ഇടാൻ കാത്തിരിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും കാണാൻ വേണ്ടി വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്യും. എൻ്റെ വിവാഹ വീഡിയോ കാണുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് തോന്നും. ഞാൻ വധുവായി ഒരുങ്ങി വന്ന് കഴിയുമ്പോൾ അത് സൂപ്പർ എന്നൊക്കെ ഭുവൻ പറയുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ എന്തൊക്കെ കൊടുത്താലും അത് പറയാൻ പോകുന്നില്ല. നല്ല ഇருக்கு എന്ന് മാത്രമേ പറയൂ എന്നാണ് താലി കെട്ടാനായി ഒരുങ്ങുന്ന വ്ളോഗിൽ അനുമോൾ പറഞ്ഞത്. എന്നാൽ വിവാഹം കഴിഞ്ഞും വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നെല്ലാം തരത്തിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അനുമോൾക്കെതിരെയും വീഡിയോകൾ ഇതിനുശേഷം വരാൻ തുടങ്ങി. അനുമോൾ ഇതിനൊന്നും തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല. ഇതെല്ലാം തന്നെ വ്യാജമായ വാർത്തയാണ്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അനുമോളുടെ ജീവിതത്തിൽ നടക്കുന്നു എന്നെല്ലാം തന്നെ ഒരുപാട് പേര് പറയുന്നു. അതെല്ലാം ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്ന ആളുകളെ പറ്റി ആളുകൾ പറയുന്നതാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ തമിഴനായതുകൊണ്ട് തന്നെ പൈസ കൊണ്ട് മുങ്ങുമെന്നും അത്തരത്തിലെല്ലാം തന്നെ വളരെയധികം മോശകരമായ കമന്റുകളാണ് അനുമോളുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. ഇതൊന്നും വിശ്വസിക്കാൻ പോകരുത് എന്നുമാണ് പറയാൻ സാധിക്കുന്ന കാര്യം. അനുമോളെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.